ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും ചേർന്ന് സുസ്മിതയുടെ വീട്ടിൽ നാളെ നടക്കാൻ പോകുന്ന ലേലത്തെക്കുറിച്ച് സംസാരിക്കണം. എത്രയായാലും സത്യഭാമയുടെയും കുടുംബത്തിന്റെയും ഈ ഒരു അവസ്ഥ അത് കാണേണ്ട കാഴ്ച തന്നെയാണെന്നും എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ സഫലമാകാൻ പോകുന്നത്. എന്തായാലും യുദ്ധത്തിനായിട്ടുള്ള പട ഒരുങ്ങിക്കഴിഞ്ഞു. അക്ഷോണി പടയെല്ലാം തയ്യാറായിട്ട് കഴിഞ്ഞു. ഇനി യുദ്ധം മാത്രം തുടങ്ങിയാൽ മതി എന്ന് ഉപേന്ദ്രൻ അറിയിച്ചതും ഇത് കേട്ടെന്ന ചന്ദ്രബോസ് പറഞ്ഞു, അതിനെന്താ, നാളെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും. നാളെയാണ് ആ നിർണായക ദിവസം. നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ, നമ്മുടെ വിജയം ഉറപ്പിച്ച ആ ദിവസം. എന്തായാലും നാളത്തെ ദിവസം അവിടെ ലേലത്തിൽ ഈ വീട് പിടിക്കാനായി, ആ സ്ഥലം വാങ്ങിക്കാനായി അവിടേക്ക് എത്തുന്നവരിൽ നമ്മൾ കൃത്യമായി ഏർപ്പാട് ചെയ്ത ആളുകൾ തന്നെയായിരിക്കും. ഇനി നമ്മുടെ നിർദ്ദേശം മറികടന്ന്, നമ്മുടെ ആലോചനകളെ മറികടന്ന് ആരെങ്കിലും അവിടേക്ക് എത്തുകയാണെങ്കിൽ അവരെ തടയാനുള്ള കാര്യങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു, എന്തായാലും നമ്മൾ നിശ്ചയിച്ച ആ തുകയ്ക്ക് മേൽ 1 രൂപ കൂടുതൽ വിളിക്കുന്ന ഒരുത്തനും അവിടെ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സുസ്മിത അറിയിച്ചതും, അതൊക്കെ ഒരു മഹാസ്ത്ര എഴുതുന്ന കൈകൊണ്ടാണ് ഞാൻ ഈ പ്ലാൻ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഈ കണക്കൂട്ടലിന് മുകളിൽ ഇനി മറ്റൊന്നും വരാൻ പോകുന്നില്ല എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അത് മാത്രമല്ല, ഇനി അഥവാ അതിന് തയ്യാറെടുത്താൽ ആ സത്യഭാമയും രാഘവൻ നായരും വിഷ്ണുവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അവർ സാമ്പത്തികമായി നമ്മുടെ ഈ ചിന്തിക്കുന്നതിന്റെ ഒപ്പം എത്താറായിട്ടില്ല. സാമ്പത്തികമായി അവരാകെ തകർന്നു നിൽക്കുകയാണ്. പിന്നെയുള്ളത് ശാലിനിയാണ്. ശാലിനിയെ നമ്മൾ നേരത്തെ തന്നെ വീഴ്ത്തി. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളാരും എന്തായാലും ഇനി ഇതിനെതിരായിട്ട് വരികയില്ല. അതോർത്ത് വിഷമിക്കേണ്ടതുമില്ല. പിന്നെ നമ്മൾ ഏർപ്പാടാക്കിയ ADM, നമ്മൾ നിശ്ചയിച്ച ADM കൃത്യസമയത്ത് നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും. അതിനെ ചൊല്ലി ഇനി ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയില്ല, അത് തീർച്ചയാണ് എന്നറിയിച്ചു. എന്തായാലും ഇനി ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകരുത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരിക്കണം എന്ന് സുസ്മിത അറിയിച്ചു. പിന്നെ അതിനായി നമ്മൾ തയ്യാറെടുപ്പിച്ച് നിർത്തിയ നമ്മുടെ ശിഖണ്ഡി എവിടെ എന്ന് ഉപേന്ദ്രൻ അന്വേഷിച്ചതും അത് കേട്ട സുസ്മിത പറഞ്ഞു, അവനാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. കുറച്ച് ദിവസമായിട്ട് അവന് ഒരു മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട്. അവന് നഷ്ടപ്പെട്ടായ ജീവിതം ഓർത്തൊരു നിരാശയും സങ്കടവും ഒക്കെ. അത് അങ്ങനെയുള്ള അവന്റെ ആ മനസ്സിനെയാണ് മാറ്റിയെടുക്കേണ്ടത് എന്ന് സുസ്മിത അറിയിച്ചതും അത് കേട്ട ഉപേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ഒരു ചാഞ്ചാട്ടം അവനുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. കാരണം വിഷ്ണുവിനെതിരെ പടക്കളത്തിൽ നമ്മൾ നിർത്തുന്നത് ഈ രോഹിത്തിനെയാണ്, അതായത് രോഹിത് എന്ന ശിഖണ്ഡിയെ. അതുകൊണ്ട് അവനെ എതിരായി നിർത്തി കഴിഞ്ഞാൽ വിഷ്ണു പതുക്കെ വിഷ്ണുവിന് അവനോട് എതിരിടുമ്പോ മനസ്സിന് ഒരു ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. അത് മതി നമുക്ക് ഈ യുദ്ധം വിജയിക്കാൻ എന്ന് ചന്ദ്രബോസിനോടും സുസ്മിതയോടുമായി ഉപേന്ദ്രൻ അറിയിച്ചു. അത് കേട്ടതും അവിടേക്ക് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, എന്തായാലും ശിഖണ്ഡിയായിട്ട് രോഹിത്തിനെ നമ്മൾ മുൻനിർത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് നേട്ടം തന്നെ ഉണ്ടാവുകയുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് രോഹിത്ത് പുറത്തു പോയിട്ട് മടങ്ങിയെത്തിയത്. രോഹിത്ത് വന്നതും ആളെത്തിയല്ലോ എന്ന് ചന്ദ്രബോസ് പറഞ്ഞു. അകത്തേക്ക് കയറി വന്ന രോഹിത്ത് ആദ്യം പറഞ്ഞത്, ശാലിനിയും വിഷ്ണുവും ഈ ലേലം ഏത് വിധേനയും തിരികെ പിടിക്കാൻ ശ്രമിച്ചേക്കും എന്ന് പറഞ്ഞപ്പോ അത് കേട്ടു നിന്ന ചന്ദ്രബോസ് പറഞ്ഞു, അങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് നമ്മൾ തടഞ്ഞിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അവർ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നമ്മൾ കരുതിയിരിക്കുന്ന തുക. അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ ആവേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു, രോഹിത്തെ, നിന്നെ ഞങ്ങൾ കോടീശ്വരനാക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഞങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കിയിരിക്കും. നിന്നെ ഞങ്ങൾ കോടീശ്വരനാക്കുമെന്ന് പറഞ്ഞാൽ അതാക്കിയിരിക്കും. അതിൽ നീ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതോർത്ത് നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ രോഹിത്തിന് നേരെ ഒരു പെഗ് എടുത്തിട്ട് സുസ്മിത ആ ഗ്ലാസ് നീട്ടി. അത് വാങ്ങിച്ച് രോഹിത് കഴിച്ചതിന് ശേഷം വേഗം ആ സെറ്റിയിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, നാളത്തെ ഈ ലേലത്തിൽ നമ്മൾ നിശ്ചയിച്ച പ്രകാരം നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആ ലേലമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ആ സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് ഞങ്ങൾ സമ്മാനമായി നൽകുകയാണ്. ഞങ്ങൾക്കൊപ്പം നിന്നതിനുള്ള പ്രത്യുപകാരം നിനക്ക് തരാൻ പോകുന്നത്, അതിനുള്ള സമ്മാനമാണ് നിനക്ക് ഞങ്ങൾ നാളെ നിന്റെ കൈകളിലേക്ക് വെച്ചു തരുന്നത് എന്ന് പറഞ്ഞപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു, അതെ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കെട്ടുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞ് ആ ഒരു പാട്ട്, ആ ഒരു വരികൾ ഇന്ന് അന്വർത്ഥമാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു ചടങ്ങാണ് നമുക്ക് മുന്നിൽ നടക്കുന്നത്. ഇനിയുള്ളത് രോഹിത്തിന്റെ ഇനി രാജഭരണമാണ്. ഇനിയും രോഹിത്ത് ഇവിടെ രാജാവായി വാഴും. ആ വീട്, ആ കൊട്ടാരം പോലത്തെ വീടിന്റെ അവകാശിയായി മാറുന്നത് രോഹിത്താണ്. അവിടെ രാജാവായി രോഹിത്തിന് വിലസാം. കയ്യിൽ പണം വന്നു ചേർന്നാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുക. നമ്മൾ ഇഷ്ടപ്പെട്ടതുപോലെയാണ് നമ്മൾ ജീവിക്കുക. എന്തായാലും ഇനി നിന്റെ കാലമാണ് രോഹിത്. നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം നിന്നെ തേടി എത്താൻ പോവുകയാണ്.
ഇനി നീ അതിന് ആശങ്കപ്പെടുകയൊന്നും വേണ്ട. നീ സ്വപ്നം പോലും കാണാത്തൊരു ജീവിതം. രാജകുമാരനായി രാജാവായി നിനക്ക് ആ വീട്ടിൽ കഴിയാം. കൊട്ടാരം പോലത്തെ വീട്ടിൽ പരവതാനി വിരിച്ചിട്ടിരിക്കുന്ന വഴികളിലൂടെ നിനക്ക് രാജാവായി അങ്ങനെ വാഴാം എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ രോഹിത്തിന് നാളെ സമ്മാനിക്കാൻ പോകുന്ന ആ കോടികളെ കുറിച്ച് പറഞ്ഞു. ഇനി അവിടെ നമ്മൾ നടത്താൻ പോകുന്ന ബിസിനസ് കൂടി അതുകൂടി പച്ച പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നും നോക്കണ്ട, എല്ലാ സങ്കടങ്ങളും അതോടെ ഇല്ലാതാകും എന്ന് രോഹിത്തിനോട് സുസ്മിത അറിയിച്ചു. അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു, കോടികൾ വാരി കൂട്ടുമ്പോൾ കൂടെ നിന്നവരെ മറന്നു കളയരുത്. അങ്ങനെ കോടികൾ വാരുന്നതിനിടയിൽ ഈ പാവപ്പെട്ട മലേഷ്യക്കാരനെ മറന്നു പോകരുത് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, ഇല്ല, കൃത്യസമയത്ത് ഒരു പഴയ പ്രണയകഥയുടെ പക പോക്കാൻ വന്നതാണെങ്കിലും അത് ഞങ്ങൾക്ക് തൽക്കാലം ഉപകാരമായി എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ശാലിനിയും വിഷ്ണുവിന്റെയും പുക കാണുന്നത് വരെ നമ്മുടെ ഈ ബന്ധം തുടർന്നു പോവുക തന്നെ ചെയ്യും എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, നാളെ ഏത് വിധേനയും ആ ലേലം നമുക്ക് പിടിച്ചേ പറ്റൂ. എനിക്കത് സ്വന്തമാക്കണം, അതെനിക്ക് സ്വന്തമാക്കണം, എങ്ങനെയും എനിക്ക് സ്വന്തമാക്കണം എന്ന് പറഞ്ഞ് രോഹിത് പകയോടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ മദ്യം ഗ്ലാസ്സിലേക്ക് പകർന്ന് ഒഴിച്ച് കുടിക്കുന്നത് കണ്ട് സുസ്മിതയും ചന്ദ്രബോസും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് കാണുന്നത് ശാലിനിയും വളരെ പ്രതീക്ഷയോടെ ആരോ വരുന്നതും കാത്ത് വാതിക്കൽ അങ്ങനെ ഇരിക്കണം. ശാലിനി അവിടെ ആ സ്റ്റെപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു മക്കളെയും കൂട്ടി ബൈക്കിൽ അവിടേക്ക് വന്നെത്തി. ബൈക്ക് നിർത്തിയതും കുട്ടികൾ രണ്ടുപേരും ആകെ വിഷമത്തോടെ, മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ലാതെ രണ്ടുപേരും ബാഗുമായിട്ട് ശാലിനിയുടെ മുന്നിൽ വന്നു നിന്നു. ഉടനെ ശാലിനി ചോദിച്ചു, എന്തു പറ്റി? ടീച്ചറെ കണക്കിന് തന്നോ? അതാണോ ഇങ്ങനെ ഒരു മുഖത്തെ ഒരു വോൾട്ടേജ് ഇല്ലാത്തത്? അച്ഛനോട് കാര്യങ്ങളൊക്കെ, വിഷ്ണുവേട്ടനോട് കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു കാണും അല്ലെ? സ്കൂളിലെ ഉഴപ്പിനെ കുറിച്ചും പഠിക്കാത്തതിനെ കുറിച്ചും ഒക്കെ ഇനിയും നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കാണും അല്ലെ എന്ന് ചോദിച്ചപ്പോ ഉടനെ പപ്പി പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞില്ല, പഠിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചതും പപ്പി ഉടനെ വിഷ്ണുവിനെ നോക്കി. വിഷ്ണു അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ആ തുളസി തറയൊക്കെ അരികിൽ വന്നു നിന്നു. ശാലിനി ചോദിച്ചു, എന്താ വിഷ്ണുവേട്ടാ, എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ, ആ ഹോംവർക്കിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ടീച്ചർ, ഇവർക്ക് ഹോംവർക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു, പഠിത്തത്തെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല, ക്ലാസ്സിൽ പഠിക്കാതിരിക്കുന്നതിനെ കുറിച്ചൊന്നും പരതാതെ പറഞ്ഞിട്ടില്ല, പക്ഷേ ടീച്ചർ പറഞ്ഞത് വീട്ടിൽ വന്നതിന് ശേഷം ഇവരൊന്ന് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, അതെങ്ങനെ പറയാതിരിക്കും, ഇവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യില്ലല്ലോ, അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്, അത് എന്നുള്ള ടീച്ചറുടെ പരാതി തന്നെയാണ് എന്ന് ശാലിനി അറിയിച്ചു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിനെ നോക്കി ശാലിനി പറഞ്ഞു, എന്തായാലും അങ്ങനെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആള് വന്നല്ലോ, ഇത്രയും നാളും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഞാനാ, ഇനി മുന്നോട്ടും ഇതുപോലെ ഉത്തരവാദിത്വത്തോടെ എല്ലാ കാര്യങ്ങളും അങ്ങ് നോക്കിയാൽ മതി, അതിനെ അമ്മയുടെ കൂടെ അങ്ങനെ എപ്പോഴും നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കൂടെയും വരണം എന്ന് ശാലിനി വിഷ്ണുവിനോട് പരിഭവത്തോടെ പറയുമ്പോൾ ശാലിനിയുടെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് വിഷ്ണു അങ്ങനെ നിൽക്കുന്ന നേരത്ത് ശാരദാമ്മ വാതിക്കലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എല്ലാവരും ഇവിടെ നിൽക്കുകയാണോ, അകത്തേക്ക് കയറി വാം, ചായ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു കുട്ടികളോട് ചോദിച്ചു, എന്നാ നമുക്ക് ചായ കുടിച്ചാലോടാ മക്കളെ എന്ന് ചോദിച്ചതും അതിനെന്താ, ആയിക്കളയാം എന്ന് പറഞ്ഞ് മക്കൾ സന്തോഷത്തോടെ നിന്നതും എന്നാ അകത്തേക്ക് കയറിക്കോ എന്ന് വിഷ്ണു പറഞ്ഞു. രണ്ടുപേരെ സന്തോഷത്തോടെ ശാരദാമ്മയോടൊപ്പം അകത്തേക്ക് കയറി. വിഷ്ണുവും പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു ചോദിച്ചു, എന്തേ വരുന്നില്ലേ എന്ന് ചോദിച്ചതും ഉണ്ട് എന്ന് പറഞ്ഞ് ശാലിനി തല കുലിക്കരും, എന്നാ വാ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ വിളിച്ചു. ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ ചാരിക്കൊണ്ട് അങ്ങനെ തൂങ്ങി നേരെ അകത്തേക്ക് എത്തുന്നു. അതിനുശേഷം കുട്ടികൾക്ക് രണ്ടുപേർക്കും ഓരോ ഗ്ലാസ്സിൽ പാലെടുക്കുകയും അവർക്ക് കഴിക്കാനായി അച്ചപ്പവും മുറുക്കുമൊക്കെ എടുത്ത് ശാരദാമ്മ ടേബിളിൽ എടുത്തു വെച്ചു. അത് കഴിച്ചുകൊണ്ട് കുട്ടികൾ ഇരിക്കുമ്പോൾ വിഷ്ണു ചായ കുടിച്ച് അങ്ങനെ നിൽക്കുന്ന നേരത്ത് ശാലിനി പറഞ്ഞു, അതെ, ഇനിയെങ്കിലും കൃത്യമായി ഹോംവർക്ക് മറ്റു കാര്യങ്ങളും വീട്ടിൽ വന്ന് ചെയ്യണം എന്ന് ശാലിനി സത്യയോട് പറയുമ്പോൾ സത്യ അത് കേട്ടിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നമ്മ, ഒരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ, പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് സത്യ ചോദിച്ചതും വിഷ്ണു ശാലിനിയെ ശാരദാമ്മയൊക്കെ നോക്കിച്ചിരിക്കുന്നു. അപ്പോഴേക്കും വിഷ്ണു ചായ കുടിച്ചതിന് ശേഷം അവിടെ ഇരുന്ന അച്ചപ്പം കഴിക്കാൻ അത് കയ്യിലെടുത്തിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പപ്പി ചോദിക്കുന്നത്, അല്ല വിഷ്ണു അച്ഛൻ എത്ര വരെ പഠിച്ചു? ആ ചോദ്യം കേട്ടതും വിഷ്ണു പോലും അറിയാതെ കയ്യിൽ നിന്ന് ആ അച്ചപ്പം പൊട്ടി. വിഷ്ണു അതിശയപ്പെട്ട് ഇങ്ങനെ കണ്ണുകളി നോക്കിയിരിക്കുമ്പോഴത്തേക്കും ശാലിനിയെ പതുക്കെ പമ്മിയെ ഒരു കളിയാക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചിരുന്നു. ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ മക്കളിത് കഴിച്ചേ എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ആ അച്ചപ്പം വിഷ്ണു നീട്ടി. അത് അവർ വാങ്ങിച്ചു കഴിയുമ്പോൾ ശാലിനി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് വിഷ്ണു കണ്ടിട്ട് പറഞ്ഞു, അതെ, വിഷ്ണു അച്ഛൻ ഒത്തിരി പഠിച്ചതാ, വിഷ്ണു അച്ഛൻ ഇപ്പോഴും
പഠിച്ചുകൊണ്ടും ഇരിക്കുവല്ലേ എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കുമ്പോൾ ശാരദാമ്മ അകത്തേക്ക് പോയി. ഉടനെ വിഷ്ണു പതിയെ ശാലിനിയെ ഞുള്ളിയിട്ട് ചോദിച്ചു, എന്തുവാടി നീ ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും ശാലിനി പറഞ്ഞു, അതെ അതെ വിഷ്ണു അച്ഛൻ ഒത്തിരി പഠിച്ചതാ. വിഷ്ണു അച്ഛൻ പക്ഷെ പഠിത്തം എടുത്തത് ഗുണ്ടായുസത്തിലാണെന്ന് മാത്രം എന്ന് പറഞ്ഞത്. ഉടനെ വിഷ്ണു പറഞ്ഞു, എന്താ പ്രശ്നം? അതെ, ഇപ്പൊ വേണമെങ്കിലും എനിക്ക് പഠിച്ച് 10ാം ക്ലാസ് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് വിഷ്ണു പറഞ്ഞു. അത് കേട്ടതും ശാലിനി ചോദിച്ചു, എന്നിട്ട് എന്താ ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, ദേ വലിയ ഇത് പറയണ്ട, ഞാൻ വേണ്ടി വന്നാൽ ഇത്തവണ 10ാം ക്ലാസ് എഴുതുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ചോദിക്കുമ്പോൾ അത് കേട്ട സത്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആവുമല്ലോ എന്ന് സത്യയും പപ്പിയും ഒരുപോലെ പറഞ്ഞു. അത് കേട്ടതും ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ലാസ്മേറ്റ് ആവുന്നൊക്കെ കൊള്ളാം, പക്ഷേ കുട്ടികളോടൊപ്പം 10ാം ക്ലാസ് എഴുതാതിരുന്നാ മതി. അല്ല, കുട്ടികൾ വരാനായിട്ടെ കുറെ നാളെടുക്കുവേ എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു, എന്താ ഇതേ വേണ്ടി വന്നാ ഞാൻ ഈ വർഷം തന്നെ 10 എഴുതിയിരിക്കും, കാണണോ എന്ന് വിഷ്ണു ചോദിച്ചതും ശാലിനി പറഞ്ഞു, കാണണം, എന്താ പറ്റുമോ? അങ്ങനെ എഴുതാൻ ആഗ്രഹമാണെങ്കിലേ ട്യൂഷന് പൈസ വേറെങ്ങും കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ വേണമെങ്കിൽ ട്യൂഷൻ എടുക്കാം എന്ന് ശാലിനി പറഞ്ഞു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ കുട്ടികൾ പറഞ്ഞു, അച്ഛാ അങ്ങനെയാണെങ്കിലേ ഞങ്ങള് അച്ഛന് എല്ലാ സഹായം ചെയ്തു തരാം കേട്ടോ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, ഞങ്ങള് എല്ലാ സപ്പോർട്ടും അച്ഛന് നൽകുന്നു, അച്ഛന് തരും, അച്ഛന് എന്ത് സപ്പോർട്ടിനും ഞങ്ങളൊപ്പം ഉണ്ട്. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, അതെ, നിങ്ങളുടെ സപ്പോർട്ടിന്റെ കാര്യമൊക്കെ ഇപ്പൊ ഞാൻ സ്കൂളിൽ ചെന്ന് ടീച്ചറിന്റെ വായിൽ നിന്ന് വയറ് നിറച്ച് കേട്ടിട്ടാ വരുന്നത്, അതുകൊണ്ടേ എനിക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം എഴുന്നേറ്റ് അവിടെ നിന്ന് ശാലിനിയെ തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്ക് സപ്പോർട്ട് എന്റെ ഈ കളക്ടറുണ്ട്, അത് മതി എനിക്ക് എന്ന് പറഞ്ഞു. ഉടനെ ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട് ചോദിച്ചു, ശരിക്കും എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതെ, ഇനി മുതൽ ഈ കളക്ടറുടെ അനുസരണയുള്ള സ്റ്റുഡന്റ് ആയിരിക്കും ഈ ഞാൻ എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ട സത്യമാണോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതേടോ, അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ ഇല്ല, കുറെ നാളായിട്ട് അങ്ങനെ ഒരു ചിന്തയും മനസ്സിലുണ്ട്, പക്ഷെ അതിനൊക്കെ മുൻപേ എന്തായാലും ആഗ്രഹിച്ചാൽ എന്താണോ നേടിയെടുക്കാൻ പറ്റാത്തത്, പക്ഷെ അതിനുമൊക്കെ മുമ്പ് മറ്റൊരാഗ്രഹം എന്റെ മനസ്സിലുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനുവേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം എന്ന് വിഷ്ണു പറഞ്ഞു. എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ ആ വീട്, അച്ഛൻ പണിത ആ വീട്, അതങ്ങനെ കൈവിട്ടു പോകാൻ പാടില്ല, അത് തിരികെ പിടിക്കണം, അതിനുവേണ്ടി പണം ഏത് വിധേനയും സമ്പാദിക്കുക, എങ്ങനെയും പണം ഉണ്ടാക്കുക, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അച്ഛൻ ഉണ്ടാക്കിയ ആ വീട് അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിഷ്ണു പറഞ്ഞു. ശാലിനി അത് കേട്ട് വളരെ ദയനീയമായി വിഷ്ണുവിനെ നോക്കുമ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇതുപോലെ കഷ്ടപ്പെടുന്നതെന്ന് വിഷ്ണു അറിയിച്ചു. ഉടനെ ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ടാ ഇന്നിനി ഓട്ടം ഉണ്ടോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഉണ്ട്, ഇന്ന് ഓട്ടം പോണം, രാത്രിയിലാ, പിന്നെ കമലിനുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവൻ ഫുൾ ടൈം ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടേയിരിക്കും, സ്വൈര്യം തരില്ല, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, വല്ലാത്ത ശല്യം തന്നെ അവൻ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിക്കുമ്പോൾ ഉടനെ കുട്ടികൾ അത് കേട്ട് ചിരിച്ചു. അതെ, സത്യമാടി ഞാൻ പറഞ്ഞത്, അതുപോലെ തള്ള അവൻ തള്ളുന്നത്, അവന്റെ തള്ള സഹിക്കാൻ വയ്യാത്തത് എന്നെല്ലാം വിഷ്ണു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സത്യ പറഞ്ഞു, അച്ഛാ അങ്ങനെയാണെങ്കിലേ കമലനങ്ങളുടെ വായിൽ നമുക്ക് തുണി തിരുകാം എന്ന് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണുവിനെ നോക്കി കുട്ടികൾ അങ്ങനെ പറഞ്ഞു ചിരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, കൊള്ളാം, നല്ല മക്കള്, പറഞ്ഞു കൊടുക്കുന്നത് കേട്ടില്ലേ, കൊള്ളാം, നല്ല കാര്യമാ എന്നിട്ട് പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണുവേട്ടാ സൂക്ഷിക്കണേ, നമ്മൾ മാത്രമേ ഉള്ളൂ, രാത്രിയിലാ പോകുന്നത്, ഉറക്കം വരുവാണെങ്കിൽ വണ്ടി നിർത്തി മയങ്ങിയിട്ടേ പിന്നെ പോകാവൂ എന്നൊക്കെ ശാലിനി ഉപദേശിച്ചു. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, എടോ എനിക്കറിയാവടോ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ രാത്രിയിലെ ഈ ഓട്ടം കൃത്യമായി ഞാൻ നേടിയെടുക്കുന്നത്, എങ്ങനെയും പണം ഉണ്ടാക്കണം, എത്രയും വേഗം തന്നെ ആ വീട് തിരികെ പിടിക്കണം, അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു. ശാലിനി വിഷ്ണുവിന്റെ കണ്ണിൽ വിഷ്ണുവിന് ആ വീട് തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമുണ്ടെന്ന് ശാലിനിക്ക് മനസ്സിലായി. പിന്നീട് കാണുന്നത് ശാരദാമ്മ ഹോട്ടലിലേക്ക് എത്തി. ശാരദാമ്മ അവിടെ വടയ്ക്ക് വേണ്ടിയുള്ള പൊടികള് കൃത്യമായി തന്നെ അതിന്റെ കൂട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, അതെ ശാന്തേ, ഞാൻ ഇത് ആ 2 കടയിലേക്കുള്ള മാത്രം അതിനുവേണ്ടി മാത്രമുള്ള വടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞതും ശാന്ത പറഞ്ഞു, മതി. ശാന്ത ഈ സമയത്ത് പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഉടനെ ശാന്ത പറഞ്ഞു, മതി ശാരദാമ്മേ, ആകെ 2 സ്ഥലത്തുനിന്ന് മാത്രമേ അതിന് ഓർഡർ വന്നിട്ടുള്ളൂ, അത് മതി, വട കൂടുതലൊന്നും ആരും കഴിക്കത്തുമില്ല, എന്നാൽ അതേസമയം പഴംപൊരി ഉണ്ടാക്കി വെച്ചാൽ നന്നായിട്ട് ചിലവാകുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു, പഴത്തിനൊക്കെ ഇപ്പൊ എന്താ വില, നമ്മൾ ഈ റേറ്റിന് ഇവിടെ ആരും തന്നെ പഴംപൊരി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശാന്ത പറഞ്ഞു, അതെ, ആ കവലയിലെ ഗോപിച്ചേട്ടന്റെ കടയിലേക്ക് ചെന്നാൽ മതി, അവിടെ ഉണ്ടാക്കുന്ന
പഴംപൊരിയിലെ ആ എണ്ണ തന്നെ കണ്ടാൽ മതി, അതിന്റെ കളറ് കണ്ടാൽ കരിയോയിൽ മാറി നിൽക്കും, അതുപോലെയാണ് എന്ന് ശാന്ത പറഞ്ഞത് കേട്ട് ശാരദാമ്മ പറഞ്ഞു, ആ അത് തന്നെയാ നമ്മുടെ ഇവിടെ ഇതുപോലെ തിരക്ക് വരാനും നമ്മുടെ ഇവിടെ ഇതുപോലെ കച്ചവടം ഉണ്ടാകാനുമുള്ള കാരണം. കാരണം നമ്മൾ ഇതിലൊന്നും മായമൊന്നും കലർത്തുന്നില്ലല്ലോ, ശുദ്ധമായി തന്നെയല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എന്ന് ശാരദാമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പിള്ളച്ചേട്ടൻ എത്തി. പിള്ളച്ചേട്ടൻ വണ്ടി നിർത്തി അകത്തേക്ക് കയറി വന്നതും, എന്താ ശാരദാമ്മേ ഇവിടെ ഒരു തർക്കം പോലെ എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു, തർക്കമൊന്നും അല്ല പിള്ളച്ചേട്ടാ, ഈ പഴംപൊരിയുടെ കാര്യം പറയുകയായിരുന്നു എന്ന് പറഞ്ഞു. ആ പിള്ളച്ചേട്ടൻ കുറെ ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട് എന്ന് ചോദിച്ചപ്പോൾ പിള്ള പറഞ്ഞു, ഞാൻ ഇവിടെ വരെ വന്നതാണ്, അപ്പോൾ തോന്നി ശാരദാമ്മയെ കണ്ടിട്ട് പോകാമെന്ന്, ശാരദാമ്മ തന്നെ കാണാൻ വേണ്ടി കൂടി കയറിയതുമാണ് കേട്ടോ എന്ന് പറഞ്ഞു. എന്നാ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി, അതാ വന്നത് എന്ന് പറഞ്ഞതും, അതിനെന്താ ചായ ഞാൻ ഇപ്പൊ എടുത്തു തരാം, പിള്ളച്ചേട്ടൻ അങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു ശാരദാമ്മ പിള്ളയോട് അവിടെ ഇരിക്കാനായി പറഞ്ഞു. എന്നിട്ട് ചായ എടുക്കാനായി ശാരദാമ്മ പോകുന്നതിനിടെ പറഞ്ഞു, അതെ സത്യാമ്മയുടെ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉണ്ടായ ഭൂകമ്പം ഒക്കെ ഒന്നും പറയണ്ട, അന്ന് പിള്ളച്ചേട്ടൻ കൂടി പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയ ലോൺ അത് സത്യാമ്മയ്ക്ക് വേണ്ടി മറിച്ചു കൊടുക്കാൻ തയ്യാറായത്, എന്നിട്ടോ സത്യാമ്മ അവിടെ വന്നപ്പോൾ എങ്ങനെയാ പെരുമാറിയെന്ന് പിള്ളച്ചേട്ടൻ കണ്ടില്ലല്ലോ. സത്യാമ്മയ്ക്ക് ആകെ ദേഷ്യമായിരുന്നു. സത്യാമ്മയുടെ ചിന്താഗതിയിൽ ഇങ്ങനൊരു അവസ്ഥ വന്നത് കണ്ട് ആസ്വദിക്കാനായി ഞാൻ അവിടേക്ക് എത്തിയെന്നാണ് സത്യാമ്മ കരുതുന്നത്. എന്നാൽ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേയില്ല. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊന്നും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് പോലും യാതൊരു ആപത്തോ പ്രശ്നങ്ങളോ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ എനിക്ക്. അതിന് മാത്രമേ എനിക്ക് കഴിയൂ എന്ന് ശാരദാമ്മ പറഞ്ഞു. അത് കേട്ടതും പിള്ളച്ചേട്ടൻ പറഞ്ഞു, അറിയാ ശാരദാമ്മേ, എന്ത് ചെയ്യാനാ, സത്യാമ്മയുടെ ഈ ഇത്തരത്തെ മർക്കട മുഷ്ടിയിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സത്യാമ്മയ്ക്ക് ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പുതിയ ബിസിനസ് തുടങ്ങിയിട്ടും അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ തുടങ്ങിയാലല്ലേ കാര്യമുള്ളൂ. അത് ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ ഉള്ള കഴിവ് കൂടി വേണ്ടേ. അതുകൊണ്ട് സത്യാമ്മയ്ക്ക് ഇപ്പോഴും ആ പണ്ടത്തെ പ്രതാപകാലത്തുള്ള ജീവിതവും ആ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് സത്യാമ്മ. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊന്നും സത്യാമ്മ ചിന്തിക്കുന്ന പോലുമില്ല. അന്നത്തെ ആർഭാടത്തോടെയുള്ള ജീവിതത്തിൽ സത്യാമ്മ മുറുകെ പിടിച്ച ആദർശങ്ങളുമായിട്ടാണ് സത്യാമ്മ മുന്നോട്ട് പോകുന്നത്. അറിയാമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു താല്പര്യം ഉണ്ടാകണം, അതിനുള്ള ഒരു ക്ഷമയും വേണം, എന്നാലേ ചില പ്രസ്ഥാനങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന് പിള്ളച്ചേട്ടൻ അറിയിച്ചു. ഇത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു, പിള്ളച്ചേട്ടാ, ഞാനിവിടെ 10 ഊണ് കൊടുത്തു തുടങ്ങിയതാണ്. അതിനുശേഷം പലരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചായിരുന്നു ഈ ഹോട്ടൽ പലപ്പോഴും നടത്തിക്കൊണ്ടു പോയത്. പിന്നീട് ആ പണം ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇവിടെ ഹോട്ടല് ആക്കി മാറ്റിയത്. പിന്നെ അതിൽ നിന്ന് കുറേശ്ശെ മിച്ചം പിടിച്ചാണ് കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിയിരുന്നത്. കുറെ കഷ്ടപ്പെട്ടു, എന്നാൽ മാത്രമേ ഒരു നേട്ടം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൽ നിന്ന് ഫലവും ഉണ്ടാവൂ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഇത് കേട്ട പിള്ളച്ചേട്ടൻ പറഞ്ഞു, എന്നാ സത്യാമ്മയ്ക്ക് കഷ്ടപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിലും സത്യാമ്മ ചെയ്യുന്ന ജോലി സത്യാമ്മയ്ക്ക് മുൻപരിചയമില്ലാത്തതുകൊണ്ട് ശാരദാമ്മയ്ക്ക് നല്ല കൈപുണ്യം ഉള്ളതുകൊണ്ടാണ് ശാരദാമ്മ ഇപ്പോഴും ഈ ഹോട്ടലുമായി ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനും ശാരദാമ്മയ്ക്ക് അറിയാം. എന്നാൽ അവിടെ സത്യാമ്മയുടെ അവസ്ഥ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇനി എങ്ങനെയെങ്കിലും സത്യാമ്മയെ സഹായിക്കാമെന്ന് കരുതിയാൽ അതിനും സത്യാമ്മ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ്, അയ്യോ ചോദിക്കാൻ മറന്നുപോയി, പഴംപൊരി എടുക്കട്ടെ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പിള്ളച്ചേട്ടനെ 2 പഴംപൊരി എടുക്കട്ടെ എന്ന് ചോദിച്ചതും പിള്ള പറഞ്ഞു, ആ എന്തായാലും കുഴപ്പമില്ല, ശാരദാമ്മയുടെ ഇവിടെ ഉണ്ടാക്കിയതല്ലേ, എന്നാ ഇങ്ങി തന്നേക്ക്, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞതും ശാരദാമ്മ അവിടെ ഉണ്ടാക്കി വെച്ച പഴംപൊരികൾ അവിടെ പിള്ളച്ചേട്ടനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. പിള്ള അതിൽ നിന്ന് പറഞ്ഞ എടുത്ത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ശാരദാമ്മയുടെ ഈ കട ഇങ്ങനെ നിലനിന്ന് പോകുന്നതിനും ഈ സംരംഭം വിജയിച്ചതിനും കാരണം ശാരദാമ്മയുടെ ഈ കൈപുണ്യവും അതുപോലെ തന്നെ ശാരദാമ്മയുടെ ഈ കടയിൽ ശാരദാമ്മയുടെ വാക്കുകൾ അനുസരിച്ച് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാനുള്ള ജോലിക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ശാരദാമ്മയ്ക്ക് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. എന്നാൽ അക്കാര്യം സത്യാമ്മയോട് പറഞ്ഞാൽ സത്യാമ്മ അത് ഉൾക്കൊള്ളുകയോ അത് അംഗീകരിക്കുകയോ ഇല്ല. അതാണ് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു, ഞാൻ അവിടേക്ക് വരണം എന്നൊക്കെ ചിന്തിച്ചതാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ്, കഴിഞ്ഞ ദിവസം വന്നപ്പം ആരുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ് കലിതുള്ളി തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങനെ നിൽക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പറഞ്ഞു, അതെ എങ്ങനെയെങ്കിലും കുറച്ച് പണം കൊടുത്ത് സത്യാമ്മയെ സഹായിക്കാമെന്ന് കരുതിയാൽ ഇവിടെ നിന്നുള്ള പണം കൊടുക്കുന്നെന്ന് അറിഞ്ഞാൽ അത് മുഖത്തേക്ക് വലിച്ചെറിയും, അതാണല്ലോ പ്രകൃതം എന്ന് പറഞ്ഞു. ഉടനെ പിള്ളേ എഴുന്നേറ്റിട്ട് ശാരദാമ്മയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, ശാരദാമ്മേ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ബിസിനസ് കൊണ്ടുപോയാൽ അതൊരിക്കലും ഫലം പിടിക്കില്ല, അത് തീർച്ചയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ ശാരദാമ്മേ, ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യം പറയുക, അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ അതങ്ങ് മറന്നു കളഞ്ഞേക്ക് എന്ന് പൊന്നു പറഞ്ഞു. അത് കേട്ടതും ശാരദാമ്മ ചോദിച്ചു, എന്താ പൊന്നി, എന്താ കാര്യം, നീ കാര്യം പറ എന്ന് പറഞ്ഞത്, എന്താ കാര്യം എന്ന് പറ പിള്ളച്ചേട്ടാ എന്ന് ശാരദാമ്മ പറയുമ്പോ പിള്ള
അവിടെ ആലോചിച്ച കാര്യം എന്താണെന്ന് പറയാൻ തയ്യാറാകുന്നു.